നമസ്കാരം. പ്രാകൃത മനുഷ്യർ ഭക്ഷണത്തിന് വേണ്ടിയും ജീവിക്കാൻ വേണ്ടിയും തമ്മിൽ പോരാടിയിരുന്നു. എന്നാൽ അന്ന് അവർ സ്ത്രീകളെ ഇരയാക്കിയിരുന്നില്ല. എന്നാൽ ഇന്നോ നാം ഏറെ സംസ്കാര സമ്പന്നരാണ്. സ്ത്രീകൾ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായഭേദമന്യേ ഏവരെയും ഏത് സാഹചര്യത്തിലും ക്രൂരമായും മൃഗീയമായും വേട്ടയാടപ്പെടുന്നു. അത്തരമൊരു നേർക്കാഴ്ചയിലേക്ക് എനിക്ക് ഡോക്ടറെ കാണാമോ? നമുക്ക് വീട്ടിൽ പോവാമോ? അയ്യേ, അമ്മയുടെ മോളെന്താ പേടിക്കുന്നേ? അമ്മയില്ലേ കൂടി? തനി പാവല്ലേ? നോക്കിക്കോ. ഒരു പാട്ട് പാടുന്നുണ്ടേ. ഡോക്ടറാനിക്ക് പാട് കഥകൾ അറിയാലോ. പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടേ. ഒരിടത്തൊരിടത്ത് ഒരു കിടന്ന് കഴിച്ചേ വേദനിച്ചോ? ഇല്ല ഡോക്ടറാജി. എനിക്ക് വലുതാക്കോ ഡോക്ടറാണ്. ആ ഡോക്ടറാജി പോലെ ഡോക്ടറാണ്. എന്നെ എല്ലാവരെയും ചെയ്യണം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവൾ പഠിച്ചു വളർന്ന ഇന്ന് നവമതയിൽ ഇതാ ഡോക്ടർ നവമയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഇത്രയും സമയവും മോളെ അതിനിപ്പോ എന്താമേ ജോലിയല്ലേ കേട്ടോ. കണ്ടോ, നമ്മുടെ ക്യാമ്പസ് വളരെയധികം കൂടുന്നുണ്ട്. ശക്തമായ നടപടി തന്നെ എടുക്കണം. ആ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. വെക്കോളൂ. സിസ്റ്റർ, ജോബൊക്കെ കഴിഞ്ഞോ? ആ ഡോക്ടർ, നമുക്ക് കഴിഞ്ഞു. എങ്കിൽ ഞാൻ ആ സെമിനാർ ഹാളിൽ പോയി ഒന്ന് വിശ്രമിക്കട്ടെ. ഒട്ടും വയ്യന്നേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ പറയാൻ മനുഷ്യമനസാക്ഷി ജഡിച്ചിരിക്കുന്ന ഒരു ദാരുണ കൃത്യമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. കൊൽക്കട്ടയിൽ യുവ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിരിക്കുന്നു. സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാട് നമുക്ക് അവരുടെ ചോദിച്ചറിയാം. എന്താ പറയാനാ മക്കളെ, ഇപ്പോഴത്തെ പെൺപിള്ളാണ് വസ്ത്രധാരണം. അതാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. എനിക്കും എന്റെ കോഴ്സിനും രക്ഷിക്കാനായാലും ഞങ്ങൾക്ക് ഞാനും എന്റെ പാർട്ടി ഇതിന്റെ രക്ഷാകൃതമായി പ്രതിഷേധിക്കും. പിന്നെ നിങ്ങളെല്ലാം എനിക്ക് തന്നെ നേരണം. ഇതിനാണ് അമ്മയുടെ കൊണ്ടുപോണ് പഠിച്ച് ഡോക്ടറായി മറ്റുള്ളവരെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് എത്രയോ കണികളിലാണ് ഓരോ സ്ത്രീ ജീവിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ എന്ത് നീതിയാണ് ഈ രാജ്യത്തുള്ളത്? നീതികൊടകളെ വലിച്ചെറിഞ്ഞ കേസുകൾ പോലെ എന്റെ മോളെ നിങ്ങൾ ഈ രാജ്യത്തിൽ ഇല്ലാതാക്കും. നാളുകൾ കാട്ടി ആഘോഷിക്കും. എന്ത് നീതിയാണ് ക്രൂരമായ ബലാത്സംഗത്തിലൂടെ മരണപ്പെടുന്ന ഓരോ സ്ത്രീ ജീവനും നിങ്ങൾ നൽകുന്നത്? ഇനിയെങ്കിലും